السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും എല്ലാവരിലും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ ഫضല് കൊണ്ട് നമുക്ക് വിശുദ്ധ ഖുർആനിലെ വളരെ ആശയ സമ്പുഷ്ടവും ജീവിത പരിസരങ്ങളിൽ നമ്മെ പലതരത്തിൽ ചിന്തിപ്പിക്കുകയും അള്ളാഹുവിനെ ഏതെല്ലാം തരത്തിൽ നമ്മൾ കീഴ്പ്പെടുകയും അങ്ങനെ ജീവിതത്തെ അമൽ സ്വാലിഹാത്ത് കൊണ്ട് എങ്ങനെ ധന്യമാക്കുകയും ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യായം ചെറിയ രൂപത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ച, നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന ചില ചിന്തകൾ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് അൽഹംദുലില്ലാഹ് കഴിഞ്ഞു. അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന നിലക്കാണ് നമ്മൾ കൂടി പറഞ്ഞിട്ട് നമുക്കത് ഇന്ന് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. സൂറത്ത് കഹ്ഫ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ 4 അടിസ്ഥാന വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് അത് നമ്മുടെ ജീവിതത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. വ്യക്തി ജീവിതത്തെ, അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തെ എല്ലാം തന്നെ അത് സ്പർശിക്കുകയും അവിടെയെല്ലാം തന്നെ ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകള്, ചിന്തകള്, പക്ഷം ചേരല് എല്ലാം ഏത് രൂപത്തിലായിരിക്കണം എന്നെല്ലാം അള്ളാഹു നമ്മെ അതിലൂടെ പഠിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ഈ സൂറത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദജ്ജാലുമായിട്ട് ബന്ധിപ്പിക്കുകയും ദജ്ജാലിന്റെ 4 അപകടങ്ങളെ, ദജ്ജാൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന 4 അപകടങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബോധ്യപ്പെടുത്തുന്നു. അവിടെ എങ്ങനെയാണ് നമ്മൾ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്ന ഒരു അടിസ്ഥാന ചിന്ത ഈ സൂറത്തിൽ അള്ളാഹു നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ആരുടെ പക്ഷമാണ് ചേരുന്നത്, നിങ്ങൾ ഏതൊരു വിശ്വാസത്തോടൊപ്പമാണ് ചേർന്ന് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നത് എന്ന് നാം തന്നെ സ്വയം തിരിച്ചറിയാനുള്ള, നമ്മെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള ചിന്തകളാണ് അള്ളാഹു ഈ സൂറത്തിൽ അടിസ്ഥാനപരമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. 4 വിഷയങ്ങൾ. ഒന്ന്, നമ്മൾ പറഞ്ഞതുപോലെ ഗുഹാവാസികളുടെ സംഭവമാണ്. മറ്റൊന്ന് 2 മനോഹരമായ തോട്ടത്തിന്റെ ഉടമസ്ഥനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. പിന്നെ മൂസാ നബിയും അദ്ദേഹത്തിന്റെ ഗുരുവുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക ചർച്ചയുടെ ഭാഗമാണ്. 4-മത്തത് അധികാര സ്തംഭവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഗാധ വിഷയവുമാണ്. ഇവിടെ മനുഷ്യര് 4 തരത്തിൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് അള്ളാഹു ഇതിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 1-മത്തത് ഫിത്നത്തുദ്ദീൻ, നമ്മുടെ ദീന് എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത്. അള്ളാഹു ദീൻ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാല് അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അള്ളാഹുവിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത്.
അത് ഒരു കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും ആ പരീക്ഷണങ്ങൾ എല്ലാ സമൂഹങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. അതിന് പലതരത്തിലുള്ള കാരണങ്ങൾ അള്ളാഹു ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പോ പരീക്ഷണം പ്രവാചകന്മാർക്ക് മാത്രമല്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായത് പ്രവാചകന്മാരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകന്മാരിൽ ഉലുൽ അസ്മ്, ഏറ്റവും മനോദൃഢതയുള്ള പ്രവാചകന്മാരെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്കും അതുപോലെ തന്നെ പീഡനങ്ങൾക്കും വിധേയരായവര് പ്രവാചകന്മാരാണ് എന്ന് റസൂലുള്ള നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പിന്നീട് ആ പ്രവാചകന്മാരോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാരുടെ റിസാലത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യര്, അവര് ചുറ്റുമുള്ള താവൂത്തിയൻ സംവിധാനത്തില്, അല്ലെങ്കിൽ ഒരു അള്ളാഹുവിന്റെ ഏകത്വത്തെ, അല്ലെങ്കിൽ പ്രപഞ്ചനാഥനായ സർവശക്തനായ സർവേശ്വരന്റെ ഏകത്വത്തെ അംഗീകരിക്കാതെ പോകുകയും ഇച്ഛകളെ പിൻപറ്റി ജീവിക്കുകയും ചെയ്യുന്ന, ഇഷ്ടാനുസരണം ജീവിതത്തെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് അള്ളാഹു അതിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോ അവിടെ തിന്മയുടെ ആധിക്യം അത് എത്ര തന്നെ വലുതാണെങ്കിലും നന്മ എന്നും നന്മയായി തന്നെ തുടരുമെന്നും, ആ നന്മക്ക് വലിയ പ്രതിഫലമുണ്ടെന്നും, ആ നന്മയുടെ പക്ഷം ചേർന്നാൽ പ്രപഞ്ചനാഥൻ നിങ്ങളെ അവന്റെ കാരുണ്യം കൊണ്ട് പൊതിയുമെന്നും അവന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മുകളിൽ ചൊരിയുമെന്നും അള്ളാഹു പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റും ഏതു തരത്തിലുള്ള തിന്മകൾ നൃത്തമാടിയാലും അതിന്റെ ആധിക്യം നിങ്ങളെ വഞ്ചിക്കാതിരുന്നാൽ അള്ളാഹു നിങ്ങളെ അവന്റെ അനുഗ്രഹം കൊണ്ട് സംരക്ഷിക്കുമെന്ന വലിയ പാഠമാണ് അസ്ഹാബുൽ കഹ്ഫിനെ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ദീന് പരീക്ഷിക്കപ്പെടുക, അതിനെ എല്ലാ സമയത്തും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അതിന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകം എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ ദീന് എങ്ങനെയാണ് അത് പരീക്ഷിക്കപ്പെടുന്നത്, അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ തോതനുസരിച്ചായിരിക്കും, അളവനുസരിച്ചായിരിക്കും എന്ന് അള്ളാഹു ഇതിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ലോകത്തേക്ക്, ഒരു പുതിയ ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഏറിയും കുറഞ്ഞും എല്ലായിടങ്ങളിലും ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ദജ്ജാലിന് മുമ്പേ നടക്കുന്ന അനീതിയുടെ വാക്താക്കള്, അവര് സൃഷ്ടിക്കുന്ന അപകടം ചെറുതൊന്നും ആയിരിക്കൂല. അപ്പോ അവരുടെ നായകൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മനുഷ്യ കുടുംബം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരിക്കും ദജ്ജാലിന്റെ കാലമെന്ന് റസൂലുള്ള പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഭീകരതയുടെ, പീഡനമുറകളുടെ മഹാപർവ്വതത്തെ തന്നെ അയാൾ വിശ്വാസികൾക്കെതിരെ നടപ്പിലാക്കും. അത് നമ്മുടെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള പീഡനങ്ങളും ദുരന്തങ്ങളുമായിരിക്കുമെന്ന് ആ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യ കുടുംബം കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയാണ് ദജ്ജാൽ കൊണ്ടുവരിക എന്ന്
പരിശുദ്ധ റസൂല് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ സൂറത്തിൽ ഒന്നാമതായി ഫിത്നത്തുദ്ദീൻ, നമ്മുടെ വിശ്വാസം അത് പരീക്ഷിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തത് ഫിത്നത്തുൽ മാല്, സമ്പത്തിന്റെ ഫിത്നയാണ്. അത് ഈ പറഞ്ഞതുപോലെ ഒരു തോട്ടക്കാരനെയും ആ തോട്ടക്കാരനോട് സംവദിക്കുന്ന ഒരു പാവപ്പെട്ട കൂട്ടുകാരനെയും അയാളുടെ കൂട്ടുകാരനെയും മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഏതെല്ലാം തരത്തിലാണ് സമ്പത്ത് നമ്മെ കുഴപ്പത്തിലാക്കുന്നതെന്നും ജീവിത ലക്ഷ്യത്തിൽ നിന്ന് അത് എങ്ങനെയാണ് നമ്മളെ വഴിതെറ്റിപ്പിക്കുന്നതെന്നും സമ്പത്തിനെ പൂജിക്കുന്ന, അത് മാത്രമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനമെന്ന് ധരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും മാനസികാവസ്ഥയും അവന്റെ ബോധവുമെല്ലാം ഏത് തരത്തിലായിരിക്കുന്നു ആ തോട്ടക്കാരനെ വെച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അത് ഒരു കാലത്തിന്റെ പ്രശ്നമല്ല. ആ പ്രശ്നം നമ്മിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്, ചുറ്റുപാടുകളിലുണ്ടത്. അപ്പൊ അതൊരു കഥയല്ല, അത് ഏതോ ഒരു വ്യക്തികളെ കുറിച്ചുള്ള വർത്തമാനമല്ല, അത് നമ്മെ കുറിച്ചുള്ള വർത്തമാനമാണ്. നമ്മുടെ എല്ലാം തന്നെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ധനപൂജയെ കുറിച്ചുള്ള സംസാരമാണ് അള്ളാഹു അതിൽ നടത്തുന്നത്. അപ്പൊ സമ്പത്തിനെ ദൈവമായി കണ്ടാൽ അതാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത്, അതിലൂടെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നത് എന്ന ചിന്ത വന്നു കഴിഞ്ഞാല് നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയുമെല്ലാം പിന്നീട് ഏത് വിധേനയായിരിക്കുമെന്ന് ആ തോട്ടക്കാരനെ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അവിടെ ആ തോട്ടക്കാരന്റെ ഇടപെടലിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന ദരിദ്രനായ ഒരു മനുഷ്യന്റെ വികാര വിചാരങ്ങളെ എത്രമാത്രം മഹത്തരമായിട്ടാണ് പടച്ചോന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പൊ പടച്ചോനെ വിസ്മരിക്കുന്ന, സ്രഷ്ടാവിനെ മറക്കുന്ന, അവന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥാവിശേഷം അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ അപകടം എന്താണ് എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ആരുടെ പക്ഷം ചേരണം, ആരുടെ ചിന്ത നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം, സമ്പത്തിനോടുള്ള നിങ്ങളുടെ സമീപനം എന്തായിരിക്കണം എന്നെല്ലാം ഈ രണ്ട് വ്യക്തികളെ വെച്ചുകൊണ്ട് അതിലൂടെ അള്ളാഹു നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഫിത്നത്തുൽ ഇൽമ്, വിദ്യയെ എങ്ങനെയാണ്, വിജ്ഞാനത്തെ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത്, അത് നമ്മിൽ എന്തെല്ലാം നന്മകളും തിന്മകളും സൃഷ്ടിക്കുന്നു എന്നുള്ള വിഷയമാണ് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. അപ്പോ വിജ്ഞാനത്തെയും ഇതുപോലെ തൻ്റെ എന്തോ വലിയ ഒരു ജീവിത വിജയമായി കണ്ട് അതെല്ലാം തന്നെ താൻ സ്വായത്തമാക്കിയത് തൻ്റെ കഴിവ് കൊണ്ടാണ്, അതിലൂടെ എത്തിപ്പെട്ടതെല്ലാം തന്നെ, പിടിച്ചെടുത്തതെല്ലാം തന്നെ തൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് ധരിക്കുന്ന ലോകത്ത് അത് സൃഷ്ടിക്കുന്ന അപകടങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് മൂന്നാമതായിട്ട് അള്ളാഹു കൊണ്ടുവരുന്നത്. അവിടെ രണ്ട് വ്യക്തികളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. ഒരു പ്രവാചകൻ, നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവാചകൻ, ആ നിയമത്തിലൂടെ ആ പ്രവാചകൻ തന്നെ തന്നെ മനസ്സിലാക്കിയ ഒരു കാഴ്ചപ്പാട് അള്ളാഹു തിരുത്തുന്നു. അത് തിരുത്തുമ്പോൾ അവിടെ ഒരു മടിയും കൂടാതെ വിനയാന്വിതനായി ഒരു ഗുരുവിലേക്ക് പ്രയാണം നടത്തുകയും
ആ ഗുരുവിനെ തേടിക്കൊണ്ടുള്ള ദീർഘയാത്ര നടത്തി ആ ഗുരുവിന്റെ മുമ്പിൽ വിനയാന്വിതനായി നിൽക്കുകയും പഠിക്കാൻ, ആ ഗുരുവിൽ നിന്ന് ജ്ഞാനമാർജിക്കാൻ ആ പ്രവാചകൻ കൊതിക്കുകയും ചെയ്യുന്ന ഒരു താഴ്മയുടെ പാഠം പഠിപ്പിച്ച്, വിജ്ഞാനം അഹങ്കരിക്കാനുള്ളതല്ല, അത് ധിക്കാരം പ്രകടിപ്പിക്കാനുള്ളതല്ല, അത് വിനയം കാണിക്കേണ്ടതിന്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് അള്ളാഹു നമ്മെ ആ മൂന്നാമത്തെ സംഭവത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്കിത് കാണാൻ പറ്റും. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ തട്ടുകളിലേക്ക് നമ്മൾ മനുഷ്യൻ കയറി ചെല്ലുമ്പോൾ അവിടെ എല്ലാം തന്നെ അതിന്റെ അഹങ്കാരത്തിന്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മനുഷ്യൻ ആർജിക്കുന്ന ജ്ഞാനങ്ങള് അവനും അവന്റെ ചുറ്റുമുള്ള മനുഷ്യർക്കും ശാന്തിയും സമാധാനവും സൗഭാഗ്യവുമെല്ലാം നൽകുന്നതായിരിക്കണം. അതിനെ ആ ജ്ഞാനത്തിന്റെ ഉറവിടമായ അള്ളാഹുലേക്ക് ചേർത്ത് വെച്ച് എപ്പോഴും അതിന് ശുക്ർ ചെയ്ത് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന മനസ്സും ചിന്തയിലും മനുഷ്യർക്ക് ഉണ്ടാവണം. പക്ഷേ പൊതുവെ ആളുകൾ അത് ഉണ്ടാവാറില്ല. അതില്ലാതെ പോകുമ്പോൾ, വിജ്ഞാനത്തെ അള്ളാഹുവിന്റെ നാമം കൊണ്ട് വായിക്കപ്പെടാതെ പോകുമ്പോൾ അത് ആ വ്യക്തിക്ക് തന്നെയും സമൂഹത്തിന് തന്നെയും അപകടം സൃഷ്ടിക്കും. അതുകൊണ്ട് മനുഷ്യന്റെ ജ്ഞാനം സൃഷ്ടിച്ചത്, അഹങ്കാരജ്ഞാനങ്ങൾ സൃഷ്ടിച്ചത് ചെറിയ അപകടമൊന്നുമല്ല. കോടിക്കണക്കിന് മനുഷ്യരെയാണ് അത് കൊന്നു തള്ളുന്നത് ലോകത്ത്. അവന്റെ ചിന്താവളർച്ചയുടെ, അവനുണ്ടാക്കിയെടുക്കുന്ന പുതിയ പുതിയ ടെക്നോളജികള്, ആയുധങ്ങള്, അത് മനുഷ്യനെ ഏതെല്ലാം തരത്തിലുള്ള അപകടങ്ങളിലേക്കും അതുപോലെ തന്നെ ജീവിത പ്രതിസന്ധികളിലേക്കുമെല്ലാമാണ് തള്ളിവിടുന്നത് ഇന്ന് പുതിയ ലോകത്ത്. ചില വിജ്ഞാനങ്ങളെ കൊണ്ട് മനുഷ്യൻ അഹങ്കരിക്കുന്നുണ്ട്. ഞങ്ങൾ അത് കണ്ടെത്തി, ഇതെല്ലാം നേടിയെടുത്തു എന്ന് പറയുമ്പോഴും അതിലൂടെ മറ്റൊരു ജനതയെ കൊന്നൊടുക്കാനുള്ള, മറ്റൊരു സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കാനുള്ള ചിന്തയും വായനയും പഠനവും എല്ലാമാണ് മനുഷ്യൻ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉന്മൂലന ശാസ്ത്രമാണ് ഇന്ന് മനുഷ്യന്റെ അടിസ്ഥാന പഠന വിഷയം. അപ്പോ വിജ്ഞാനം ലോകത്തെയും മനുഷ്യരെയും നശിപ്പിക്കാൻ വേണ്ടിയുള്ളതാവരുത്. അത് ലോകത്തിന് നന്മ പ്രദാനം ചെയ്യുവാനുള്ളതായിരിക്കണം. അതിലൂടെ ആ വ്യക്തിക്ക് ആ വിജ്ഞാനത്തെ സുഹൃതമാക്കി മാറ്റാൻ കഴിയണമെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തത് അധികാരത്തിന്റെ വിഷയമാണ്. അധികാരം എങ്ങനെയാണ് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് എന്ന ഒരു വിഷയത്തെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അവിടെ ഒരു ഉത്തമനായ അധികാരിയെ അള്ളാഹു പഠിപ്പിക്കുന്നു. ലോകത്ത് ഏതൊന്നിനും രണ്ട് മുഖങ്ങൾ ഉണ്ടാവും, നന്മയുടെ തിന്മയുടെ മുഖങ്ങൾ. അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ആദ്യ ഭാഗം അധികാരിയിൽ നിന്നും ഒരു സമൂഹം ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ച്, അധികാരികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ദുരന്തങ്ങളെ കുറിച്ച് അള്ളാഹു പറയുകയും ആ ദുരന്തങ്ങൾ സഹിക്കവയ്യാതെ ആ നാട്ടിലെ ഒരു ഗുഹയിൽ അഭയം തേടുകയും ചെയ്ത ഒരു യുവ സമൂഹത്തെക്കുറിച്ച് അള്ളാഹു പറയുകയും അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ നീതിമാനായ ഒരു ഭരണാധികാരിക്ക് മുമ്പിൽ അദ്ദേഹം നടന്നുപോയ ഇടങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള നന്മയും മനുഷ്യ കുടുംബത്തോടുള്ള കാരുണ്യവും നീതിബോധവും എല്ലാമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചതെന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അത് മനുഷ്യ കുടുംബം അവരുടെ ജീവിത പരിസരങ്ങളിലേക്ക് അടുപ്പിക്കാതെ അവരെ ആട്ടിയോടിക്കുന്ന, ഇന്നും അവഗണിക്കുന്ന ജനതകളെപ്പോലും മനുഷ്യരെപ്പോലും ആ അധികാരി എത്രമാത്രം നീതിബോധത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയുമാണ് ചേർത്ത് പിടിക്കുന്നത്.
ആ ചേർത്ത് പിടിക്കാൻ ആ അധികാരിയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ആ ഘടകം അള്ളാഹുവിലുള്ള, പ്രപഞ്ചനാഥനിലുള്ള രൂഢമൂലമായ വിശ്വാസവും ആ നാഥന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ജീവിക്കാൻ അദ്ദേഹം കാണിക്കുന്ന ആ വിശ്വാസ ദൃഢതയുമാണ് അത്തരത്തിലുള്ള നീതിബോധത്തെ ഉയർത്തിപ്പിടിക്കാൻ ആ വ്യക്തിയെ പ്രാപ്തമാക്കിയത്. അതുപോലെ ഏതൊന്നും തന്നിലുള്ള എല്ലാ കഴിവുകളെയും, തനിക്ക് അള്ളാഹു നൽകിയ എല്ലാ കഴിവുകളെയും, അത് വിദ്യയാവട്ടെ, സമ്പത്താവട്ടെ, അധികാരമാവട്ടെ, അദ്ദേഹം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ദുൽഖർനൈനിയിൽ അള്ളാഹു ചേർത്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള വിജ്ഞാനവും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക പിൻബലം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അധികാര പിൻബലം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വിദ്യാ പിൻബലം അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും അഹങ്കരിക്കാതെ എല്ലാം എൻ്റെ റബ്ബിന്റെ, എൻ്റെ നാഥന്റെ കാരുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം പടച്ചവനിലേക്ക് ചേർത്ത് വെച്ച് അതിനെ മനുഷ്യ കുടുംബത്തിന് ഉപകാരമുള്ളതാക്കി മാറ്റുന്ന ഒരു അധികാര കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുകയാണ്. അപ്പോ ഇതിലൂടെയെല്ലാം അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആരുടെ പക്ഷമാണ് നിങ്ങൾ ചേരുന്നത്? നിങ്ങൾ വിശ്വാസത്തെ രൂഢമൂലമായി സ്വീകരിച്ച് ഒരിക്കലും ഒരു പീഡനങ്ങൾക്ക് മുമ്പിലും പതറാതെ നിൽക്കുന്ന ഈ ഒരു യുവതയോടൊപ്പം നിങ്ങൾ ചേരുന്നുവോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് സമ്പത്തിനെ കാണുന്ന കാഴ്ചയിൽ നിങ്ങൾ ദരിദ്രന്റെ പക്ഷം ചേരുന്നുവോ, അതോ ഒരു ധിക്കാരിയുടെ പക്ഷം ചേരുന്നുവോ? വിജ്ഞാനത്തെ വിനയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം അതിനെ നിങ്ങൾ അഹങ്കാരത്തിനും അഹന്ത നടിക്കുവാനും വേണ്ടി ഉപയോഗിക്കുന്നുവോ, അതോ താഴ്മയുള്ള ഒരു പ്രവാചകന്റെ പക്ഷം നിങ്ങൾ ചേരുന്നുവോ? നിങ്ങൾക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ആ അധികാരത്തെ നീതിക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നുവോ, അതോ മനുഷ്യ കുടുംബത്തെ പീഡിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നുവോ? അങ്ങനെ തിന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന ദജ്ജാലിന്റെ വാഹകരാകാൻ, ദജ്ജാലിന്റെ ചിന്തയെ ഉയർത്തിപ്പിടിക്കുന്നവനാകാനുള്ള ത്വരയാണോ നിങ്ങളിലുള്ളത്? അതോ അതിനപ്പുറം ഇതിനെല്ലാം എതിരായി നിൽക്കുന്ന നന്മയുടെ, നീതിബോധത്തിന്റെ, സത്യത്തിന്റെ പക്ഷം ചേരുന്നവനാകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ ഫിത്നയെ, ഈ 4 അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള രക്ഷയുടെ മാർഗം സ്വീകരിക്കാം, അതും കൂടി അള്ളാഹു ഇതിന്റെ കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ ഒന്നാമത്തെ കാര്യത്തിൽ അള്ളാഹു എങ്ങനെയാണ് നമ്മളെ ദീന്, വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നിടത്ത് രക്ഷ എങ്ങനെയാണ് നമുക്ക് കൈവരിക്കാൻ കഴിയുക, അതിനെ അള്ളാഹു ആ വിഷയത്തോട് ചേർത്ത് വെക്കുന്നത് സ്വാലിഹീങ്ങളോടുള്ള സുഹബത്ത് ഉണ്ടായിരിക്കണം, നല്ലവരോടുള്ള, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരോടുള്ള ബന്ധം രൂഢമൂലമാക്കുക എന്നുള്ളതാണ് ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ വലാ തുതി' മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഉ വകാന അംറുഹു ഫുറുതാ. അപ്പൊ നമ്മുടെ വിശ്വാസം പീഡിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന, അതിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന, നമ്മളറിയാതെ നമ്മുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്താനുള്ള പലതരത്തിലുള്ള ഇടപെടൽ കൊണ്ട് നമ്മിലേക്ക് അത്തരത്തിലുള്ള വാക്താക്കൾ കയറി വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നല്ലാഹു പഠിപ്പിക്കുന്നത് നിങ്ങൾ സ്വാലിഹീങ്ങളുടെ സുഹബത്തിലായി ജീവിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഇത് നമ്മുടെ വിശ്വാസം ദുർബലപ്പെടുത്താനുള്ള
ഒരു തലമുറയിൽ അത്തരത്തിലുള്ള ദുർബലത സൃഷ്ടിക്കാനുള്ള, അവരിലെ ലജ്ജയെ ഇല്ലായ്മ ചെയ്ത് എന്ത് വൃത്തികേടുകളും തോന്നിവാസങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ നടക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലജ്ജ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി എന്ത് തോന്നിവാസവും ചെയ്യും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സ്ത്രീയുടെ ഏറ്റവും നല്ല ഉടയാട, അലങ്കാരം ലജ്ജയാണ് എന്ന് റസൂൽ പഠിപ്പിക്കുന്നത്. ലജ്ജയില്ലാത്ത ആളുകൾക്ക് എന്തും നിങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന് റസൂൽ പറയുന്നുണ്ട്. അപ്പൊ ലജ്ജ നശിപ്പിക്കുക, ലജ്ജ ഇല്ലാതാക്കുക, ഹയാ. അതുകൊണ്ട് അൽ ഹയാ ശുഅബത്തും മിനൽ ഈമാനി, ലജ്ജ അത് ഈമാന്റെ ഭാഗമാണ്. അപ്പൊ ലജ്ജ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഒരു തലമുറയിൽ നിന്നും വിശ്വാസത്തെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. നമ്മൾ ചിന്തിക്കുന്നത് പോലൊന്നുമല്ല നമ്മുടെ ചുറ്റുപാടുകളിൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും എങ്ങനെയൊക്കെയാണ് വിശ്വാസത്തിലേക്ക് കയറിക്കൂടി നമ്മളറിയാതെ, അല്ലെങ്കിൽ അവരുടെ ആ തന്ത്രങ്ങൾ പരസ്യമായി പറയാതെ അതിനെ നമ്മിലേക്ക് തന്ത്രപരമായിട്ട് എങ്ങനെയാണ് അതിനെ സന്നിവേശിപ്പിക്കുക എന്നെല്ലാം നന്നായിട്ട് അറിയുന്ന, ആ മനഃശാസ്ത്രം നന്നായിട്ട് അറിയുന്ന ഒരു ലോകത്താണ്, അത്തരം കൂട്ടങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു തലമുറയെ നശിപ്പിക്കാൻ അവരുടെ ലജ്ജ ഇല്ലാതെയാക്കിയാൽ മതി. ഹയാഇനെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ തലമുറയെ നശിപ്പിക്കാൻ പറ്റും. നിങ്ങൾ പാട്ട് പാടുന്നതോ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് ഈ വിഷയത്തിൽ, പാട്ട് പാടുന്നതോ നിങ്ങൾ തനിച്ചിരുന്ന് നൃത്തം ചെയ്യുന്നതോ ശാരീരികമായ അഭ്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നതോ ഒന്നും തന്നെ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ, സംഗീതങ്ങളിൽ ചില സംഗീതങ്ങളുണ്ട്, അത് നമ്മെ നഗ്നരാക്കാനുള്ള ത്വര സൃഷ്ടിക്കുന്നതാണ്. നമ്മുടെ ലജ്ജയെ ഇല്ലാതെയാക്കി അത് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തുള്ളുന്ന ചില സംഗീതങ്ങളുണ്ട്. കുറെ കാലങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ പോപ്പ് സംഗീതജ്ഞന് വന്നപ്പോ, അന്നെല്ലാം നമ്മൾ ചെറുപ്പത്തിൽ വായിച്ച പത്രത്തിൽ നമ്മൾ കണ്ടത്, അയാളുടെ സംഗീതാസ്വാദനത്തിന് ഒരുമിച്ച് കൂടിയ സ്ത്രീകള് അവരുടെ എല്ലാം തന്നെ വസ്ത്രം അഴിച്ചൂരി സ്റ്റേജിലേക്ക് ഓടിക്കയറിയ രംഗത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില സംഗീതങ്ങളുണ്ട്. അപ്പൊ മനുഷ്യന്റെ ലജ്ജ നശിപ്പിക്കാന് അവനെ ഇങ്ങനെ പൊതു ഇടങ്ങളിൽ നിന്ന് അവനെ ഇത്തരത്തിലുള്ള സംഗീതങ്ങൾ വെച്ച് അവനെ ചില പ്രത്യേക രൂപത്തിൽ കൈകാര്യം ചെയ്താലും മതി. അത് അവന്റെ ലജ്ജ എല്ലാ അർത്ഥത്തിലും നശിപ്പിച്ച് അവനിലുള്ള ദൈവീക ബോധത്തെ ഇല്ലായ്മ ചെയ്ത് അവനെ വിശ്വാസിയല്ലാതാക്കി മാറ്റാനുള്ള വളരെ ലളിതമായ രൂപത്തിൽ തന്നെ അവൻ ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ അത്തരം ആളുകൾക്ക് കഴിയും. അപ്പോ നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ മക്കളെ എങ്ങനെയാണ് അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത് എന്ന് നമ്മളെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട വലിയൊരു വിഷയമാണ്. പൊതുയിടങ്ങളിൽ കൂട്ടം ചേർന്ന് നിന്നുകൊണ്ട് സത്യത്തെയും ധർമ്മത്തെയും നീതിബോധത്തെയും ഹയാഇനെയും തന്നെ ഉയർത്തിപ്പിടിക്കുന്ന, അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സമൂഹം പ്രതിസന്ധിയിലാകുമ്പോൾ അവിടെ നമ്മൾ ഒച്ചവെച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ മഹല്ലുകളിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട്, വിശ്വാസികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെതിരെ നമ്മുടെ മക്കൾക്ക് നന്മ പഠിപ്പിച്ച്, ധർമ്മം പഠിപ്പിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങള് ലജ്ജയോടുകൂടി ജീവിച്ച്, ലജ്ജ തന്നെ നമ്മുടെ ഉടയാടയാക്കി മാറ്റി, അത് നമ്മുടെ ആഭരണമാക്കി മാറ്റി ജീവിക്കാനുള്ള നല്ല ഉപദേശങ്ങൾ നൽകുകയാണ് വേണ്ടത്. ഒരിക്കലും നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ അള്ളാഹു നമുക്ക് അതിനപ്പുറം മറ്റു സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ മഹല്ലുകള്, മദ്രസകള്, മസ്ജിദുകള്,
അതെല്ലാം പ്രവർത്തിക്കുന്നത് ചെറിയ സമയം മാത്രമാണ്. അപ്പൊ ഇത്തരം വേളകളിലെങ്കിലും ഇങ്ങനെയല്ല ഇതൊന്നും പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു തലമുറയെ നല്ല വിശ്വാസികളായ ഒരു തലമുറയാക്കി വളർത്തിക്കൊണ്ടുവരാന് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഉമ്മത്തി എന്നുള്ള നിലക്ക് ഒരുമിച്ച് നിന്ന് ഇതിനോടെല്ലാം നന്മയിലൂടെ പ്രതികരിച്ച് ഒരു സമൂഹത്തിന്റെ ഒരു തവാസുൽ മുജ്തമഇന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ശ്രമിക്കണം. ഒരു സത്യവിശ്വാസി എന്നും ലോകത്ത് അവരൊരു ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. നന്മകൾ അതിന്റെ എല്ലാ നിറങ്ങളോടും കൂടി നൃത്തമാടുമ്പോൾ അവിടെ തിന്മകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തികേടുകൾ, തിന്മകളെല്ലാം തന്നെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ നൃത്തമാടുമ്പോൾ അവിടെ നന്മയെ സ്വീകരിച്ച്, ധർമ്മത്തെ സ്വീകരിച്ച്, സത്യത്തെ ഉൾക്കൊണ്ട് സമൂഹത്തിൽ എപ്പോഴും ഒരു ബാലൻസ് വിശ്വാസികൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് തലമുറകളെ ലജ്ജയില്ലാതെയാക്കി കഴിഞ്ഞാൽ ആ ബാലൻസ് നഷ്ടപ്പെട്ടു പോകും. സമൂഹത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും അനീതിയും അരാജകത്വവും അതുപോലെ തന്നെ വിശ്വാസ ബലക്ഷതയുമെല്ലാം തന്നെ അതങ്ങതിന്റെ പൂർണ്ണാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തെ ഇമാം ഷഅറാവി പറയുന്നത് പോലെ കാട്ടാള സമൂഹമായിട്ട് മാറുന്നു. കാഴ്ചയിൽ വസ്ത്രം ധരിച്ചവരായിരിക്കും, നല്ല ശുദ്ധിയും വെടുപ്പിലുള്ളവരേക്കാരം, പക്ഷെ ഉള്ള് മഹാവൃത്തികെട്ടതായിരിക്കും. അത്തരം ഒരു സമൂഹം കാട്ടാളന്മാരായിരിക്കും, ഒരു നന്മയുണ്ടാവില്ല. അതിനാല് നമ്മൾ നമ്മുടെ മഹല്ലുകളില് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് പൊതുയിടങ്ങളിൽ വന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടല്ല. പറയുന്നതിലൂടെ ഒന്നും സാധിക്കൊന്നുമില്ല. ഒരു തലമുറക്ക് അവരിന്ന് ആനന്ദം കണ്ടെത്തുന്ന, ആവേശം കണ്ടെത്തുന്ന കുറെ ഇടങ്ങളുണ്ട്. അതിനെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടി ബോധ്യപ്പെടുന്ന, മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അതിനെ പച്ചയായിട്ട് ഒരു ദീർഘവീക്ഷണവും കൂടാതെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാല് അപ്പുറത്തിരിക്കുന്ന ആളുകള് കൂട്ടം കൂടി അമ്പിയാക്കന്മാരെ റിസാലത്തിനെ ഒന്നിനും കൊള്ളാത്ത പിന്തിരിപ്പൻ സന്ദേശങ്ങളായി അതിനവർ വ്യാഖ്യാനിക്കും. ആ വ്യാഖ്യാനിക്കാന് കൂടെ അറബി പേരുള്ള ആളുകളും കൂടി ഇരിക്കുന്നുണ്ട് എന്നുള്ള ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം നമ്മളൊരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ചെറിയ വീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അറബി പേറിക്കൊണ്ട് ഞങ്ങളും വിശ്വാസികളാണ് എന്ന തരത്തിൽ മനുഷ്യരെ ധർമ്മത്തിലായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മഹാസത്യത്തെ വല്ലാതെ നിന്ദിക്കുകയും അത് പിന്തിരിപ്പനാണെന്ന് പറയുകയും സ്ത്രീകളോട് ഈ ദർശനം അന്യായം കാണിക്കുന്നു, അവരെ അടിമകളാക്കാനുള്ള ശ്രമം നടത്തുന്നു, അവരെ എന്നും അടുക്കളയിൽ തളച്ചിടാൻ ഇവർ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തലമുറകളെ ശാക്തീകരിക്കുന്ന, അവരുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനുള്ള ചില നല്ല നടപടികൾ കൊണ്ടുവരുമ്പോൾ അതിനെ ഇത്തരക്കാര് വിമർശിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് തേനിൽ കുതിർത്ത വാക്കുകൾ കൊണ്ട് നന്മയെ ഇല്ലായ്മ ചെയ്യാന് അപ്പുറത്ത് ഞങ്ങളും വിശ്വാസികൾ തന്നെയാണെന്ന് തോന്നിപ്പിക്കുമാറുള്ള രൂപത്തിലുള്ള നാമങ്ങളും അതുപോലെ തന്നെ രൂപങ്ങളിലും പേറിയിട്ട് ചില ആളുകൾ വന്നിരുന്ന ഒരു ധർമ്മത്തെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. തിന്മയുടെ ആധിക്യം കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുക. അതുകൊണ്ടാണ് ദജ്ജാല് വരുമ്പോൾ നമ്മളിതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ പക്ഷം മഹാഭൂരിപക്ഷം ചേർന്ന് പോകും. അങ്ങനെ ചേർന്ന് നിന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പിന്തിരിപ്പന്മാരാണെന്ന് പുതിയ ലോകത്ത് ആ ലോകം നമ്മളെ വിധിയെഴുതും. ഇവർ പിന്തിരിപ്പന്മാരാണ്. ഒരു
നന്മയും ഇവര് സമൂഹത്തിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. സ്ത്രീകളെ അടിമകളാക്കുന്നവരാണ്. അവരെ വീടുകളിൽ തളച്ചിടാൻ ശ്രമിക്കുന്നവരാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാ കാലത്തും ഉയർത്തുന്ന അത്തരത്തിലുള്ള വാദങ്ങളുണ്ടല്ലോ, അത് അതിശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് പുതിയ തലമുറകളിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നവരിൽ, ആ സത്യത്തോടും ധർമ്മത്തോടും ചേർന്ന് നിൽക്കുന്ന പുതിയ തലമുറകളിൽ വെറുപ്പും വൈര്യവുമെല്ലാം സൃഷ്ടിച്ച് എല്ലാ അർത്ഥത്തിലും ആ തലമുറയെ നന്മയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ, ആ തലമുറകളോട് ചേർന്ന് നിന്ന് അവരുടെ മനസ്സറിഞ്ഞ് അവരുടെ ചിന്തയറിഞ്ഞ് അവർക്ക് കൂടി സ്വീകാര്യമായ രൂപത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ മഹല്ല് സംവിധാനങ്ങൾ ശാക്തീകരിക്കണം. അങ്ങനെ സമൂഹത്തിൽ ഒരു നന്മയുടെ നല്ലൊരു പാത നമ്മൾ സൃഷ്ടിക്കുകയും തിന്മയുടെ ആധിക്യം അത് എല്ലാ അർത്ഥത്തിലും നൃത്തമാടുമ്പോൾ അവിടെ സമൂഹത്തിൽ ഒരു ബാലൻസ് ഉണ്ടാക്കാൻ നല്ല തലമുറകളെ നമ്മൾ സൃഷ്ടിക്കുകയും വേണം. അതിനുള്ള ശ്രമങ്ങൾ നന്നായി നമ്മൾ നടത്തണം. അപ്പോ സ്വാലിഹ്യങ്ങളോടുള്ള സുഹബത്താണ് ദീന് പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അവരുമായിട്ടുള്ള ചേർന്നിരിക്കലാണ് വേണ്ടത് എന്ന് അള്ളാഹു അതോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട്. ഇന്ന അഅ്തദ്നാ ലിദ്ദാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്ഫിൽ വുജൂഹ് ബിഅസ ശറാബു വസാഅത് മുർതഫഖ. അങ്ങനെ ഇല്ലാതെയായി പോയി കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള ഒരു ജീവിത സാഹചര്യം നമ്മൾ രൂപപ്പെടുമെന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ പിന്നീട് പഠിപ്പിക്കുകയാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ സമ്പത്ത് അത് നമ്മെ അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്ന് തെറ്റിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എന്തെല്ലാം നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് രണ്ടാമത്തെ സംഭവത്തോടൊപ്പം അള്ളാഹു ചേർത്ത് വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നല്ലൊരു ഉപമയാണ് അള്ളാഹു അവിടെ വിശദീകരിക്കുന്നത്. വദരിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാത്തുൽ അർളി ഫഅസ്ബഹ ഹശീമൻ തദറൂഹു റിയാഹു വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ. അല്ലേ? അങ്ങനെ ജീവിതം അത് നൈമിഷികമാണെന്നും അത് പെടുന്നനെ കെട്ടുപോകുന്ന ഒന്നാണെന്നും അതിനാൽ ഈ ജീവിതത്തെ നന്നായിട്ട് മനസ്സിലാക്കി അള്ളാഹുവിലേക്കുള്ള യാത്രയെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ സുഗന്ധപൂർണമാക്കാനുള്ള നല്ല കർമ്മങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ അള്ളാഹുവിലേക്ക് യാത്ര തുടരണമെന്ന് പഠിപ്പിക്കുകയാണ്. ഈ ഫിത്നത്തുൽ മാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഒരു വിഷയം പറഞ്ഞ ആ വിഷയം അങ്ങ് അവസാനിപ്പിക്കല്ല അള്ളാഹു ചെയ്യുന്നത്. ആ തിന്മയിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം, നിങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെ സംരക്ഷിക്കാം, നിങ്ങളൊരു വിഷയത്തെ നോക്കിക്കാണുന്ന കാഴ്ച അത് നന്മയിലുള്ള കാഴ്ചയാകാൻ ഏതെല്ലാം തരത്തിലുള്ള അറിവും ജ്ഞാനവും നിങ്ങൾ ആർജിക്കണം എന്നെല്ലാം അതിൻ്റെ കൂടെ അള്ളാഹു ചേർത്ത് വെച്ച് അള്ളാഹു നമ്മൾ ആ വിഷയം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ശക്തമായ ബോധമുണ്ടെങ്കിൽ മാത്രമേ സമ്പത്തിനെ കാണുന്ന കാഴ്ചയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ഒരു വ്യക്തിക്ക് സമ്പത്ത് തന്നെയായിരിക്കും അയാളുടെ പൂജാവസ്തു. ആ സമ്പത്തിന് പൂർണാർത്ഥത്തിൽ കീഴ്പ്പെട്ട് അത് മാത്രമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് എന്ന അവസ്ഥാവിശേഷം ഉണ്ടായിത്തീരും എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതാണ് വയോമനു സയ്യിറുൽ ജിബാല. ആ സംഭവത്തോട് അള്ളാഹു എന്തെല്ലാം കാര്യങ്ങളാണ് ചേർത്ത് വെക്കുന്നത്. അപ്പൊ അവിടെ ചേർത്ത് വെക്കുന്ന ഒരു വിഷയമുണ്ട്. അത് നന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ
താളാത്മകമാക്കാൻ കഴിയും. ഒന്നാമത്തെ വിഷയത്തോട് സ്വാലിഹീങ്ങളോടുള്ള സുഹബത്തിനെ ചേർത്ത് വെക്കുമ്പോഴേ അത് നമ്മളെ വിശ്വാസത്തെ എപ്പോഴും സംരക്ഷിക്കും. രണ്ടാമത്തത്, സമ്പത്ത് കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ആ സമ്പത്തിനെ കാണേണ്ട കാഴ്ച അത് അള്ളാഹു ഈ പറയുന്നത് പോലെ ഇത് പെടുന്നനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണെന്നും എന്റെ മടക്കം അള്ളാഹുവിലേക്കാണെന്നും ഞാൻ അടുത്ത നിമിഷം മരണത്തിന് വിധേയമായി അള്ളാഹുവിലേക്ക് എന്നെ കൊണ്ടുപോകുകയും എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും എന്റെ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നുമുള്ള ശക്തമായ ബോധം നിലനിൽക്കുന്ന ഒരു വ്യക്തിയിൽ മാത്രമേ സമ്പത്ത് എപ്പോഴും അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു അമാനത്താണെന്നും അള്ളാഹുവിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു നിഅമത്താണെന്നും അള്ളാഹുവിൽ നിന്നുള്ള മിന്നത്താണെന്നും എല്ലാമുള്ള ഒരു തോന്നൽ ഉണ്ടാകുള്ളൂ. അപ്പോ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ ഹൃദയത്തിൽ പൂജിക്കാതെ കയ്യിൽ വെച്ചുകൊണ്ട് അതിനെ വ്യക്തിക്കും സമൂഹത്തിനും ഉപകാരമുള്ള ഒന്നാക്കി മാറ്റാൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ശക്തമായ ബോധം നമ്മിൽ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പോ ഈ കൂട്ടരോടൊപ്പം ഈ വിഷയം പറയുമ്പോൾ യൗമുൽ ഖിയാമയെ ചേർത്ത് വെച്ച് അതിനെ പഠിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള അടിസ്ഥാന തേട്ടം അതാണ്. ആ സംഭവം പറഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ അള്ളാഹു പറഞ്ഞു പോകുന്നത് അല്ലെ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറൻ വലാ യളിമു റബ്ബുക അഹദാ. അപ്പൊ മൂന്നാമത്തെ വിഷയത്തോട് അന്ത്യനാളിനെ അള്ളാഹു ചേർത്ത് വെക്കുകയാണ്. നിങ്ങളെ ആ തോട്ടക്കാരനോട് പാവപ്പെട്ടവൻ സംവദിക്കുമ്പോഴും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, നീ നിന്റെ നാഥനെ വിസ്മരിച്ചുവല്ലേ? നിന്നെ ഒരു വെള്ളത്തുള്ളിയിൽ നിന്നും നിന്നെ സൃഷ്ടിച്ച് ഈ രൂപത്തിൽ പരിപാലിച്ച നിന്റെ നാഥനെ നീ വിസ്മരിച്ചുവല്ലേ എന്ന് പറയുമ്പോഴും അയാൾ യൗമുൽ ഖിയാമയെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലോകമില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോ സമ്പത്തിന്റെ ആധിക്യം പലപ്പോഴും മനുഷ്യനെ അന്ത്യനാളിനെ നിഷേധിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ അന്ത്യനാളിനെ നന്നായി മനസ്സിലാക്കിയ ഒരു മനുഷ്യന്റെ കയ്യിൽ പർവ്വത സമാനം സമ്പത്ത് കുമിഞ്ഞുകൂടിയാലും അതിനെ അദ്ദേഹം നോക്കിക്കാണുന്ന കാഴ്ച നിസാരമായിരിക്കും എന്ന ഒരു പാഠം അള്ളാഹു ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇനി അതിനുശേഷം അള്ളാഹു എന്താണ് പഠിപ്പിക്കുന്നത്? തവാലു. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ വിജ്ഞാനം ഉണ്ടാകുമ്പോൾ ആ വിജ്ഞാനം നന്മയിൽ അധിഷ്ഠിതമായി മാറാൻ നിങ്ങളിൽ താഴ്മണ്ടാവണം എന്നാണ്, വിനയം ഉണ്ടാവണം. അതുകൊണ്ടാണ് മൂസാ നബി ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സ്വാബിറൻ വലാ അഅസീലക അംറാ. നിങ്ങൾക്ക് ക്ഷമയുള്ളവനായി നിങ്ങൾക്ക് എന്നെ കണ്ടെത്താം. അതോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന ഒന്നിലും ഞാൻ ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്തൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവാചകൻ ആ നിമിഷം വരെ കാണാത്ത അറിയാത്ത ഒരു വ്യക്തിയുടെ മുമ്പിൽ വിനയാന്വിതനായി നിൽക്കുക. ഇപ്പൊ വിനയം ആവശ്യമാണ് അഹങ്കാരം ഇല്ലാതിരിക്കാന്. ഇപ്പൊ വിദ്യ കൊണ്ട് ഉണ്ടായിത്തീരുന്ന തലക്കനുണ്ട് ചില ആൾക്കാർക്ക്. ആ തലക്കന ഇല്ലാതിരിക്കണമെങ്കിൽ വിനയം ഉണ്ടായാൽ മതി. മൂസാ നബിയിലേക്ക് നോക്കിയാൽ മതി. ഈ പ്രവാചകനെ ഒന്ന് നമ്മിലേക്ക് ഇറക്കി കൊണ്ടുവന്നാൽ മതി. അപ്പോ വിദ്യ കൊണ്ടുണ്ടാകുന്ന തലക്കനം കുറയും. ആ തല ഒന്നുകൂടി താഴ്ന്നു പോകും. അത് വല്ലാതെ അഹങ്കാരം കൊണ്ട് മേലേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കൂല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പോ വിനയം ഉണ്ടാവണം എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് ഇവിടെ. അധികാരം, നാലാമത്തെ അധികാരം അള്ളാഹു നമുക്ക് നൽകി. ആ അധികാരം കൊണ്ട് മനുഷ്യരെ നിങ്ങൾ പീഡിപ്പിക്കുമ്പോൾ അത് നമുക്ക് തന്നെ നാളെ അപകടമായിട്ട് മാറാതിരിക്കാൻ, മനുഷ്യ കുടുംബത്തിന് അത് അപകടം സൃഷ്ടിക്കാതിരിക്കാൻ നിങ്ങളിൽ ഉണ്ടായിത്തീരേണ്ട അടിസ്ഥാന നന്മ എന്തായിരിക്കണം എന്ന് ദുൽഖർനൈനിയെ വെച്ചുകൊണ്ട് അധികാരം നൽകിയ ആ അധികാരത്തെ
ധർമ്മത്തിനായി, നീതിക്കായി ഉപയോഗിക്കാൻ അയാളെ പ്രേരിപ്പിച്ച അടിസ്ഥാന ഘടകം അതോടൊപ്പം അള്ളാഹു ചേർത്ത് പറയുന്നുണ്ട്. അതെന്താണ്? അത് ഇഖ്ലാസാണ്. ആ അദ്ദേഹം പറയണ ആ ഇഖ്ലാസ് എന്താണ്? ഖാല ആദാ റഹ്മത്തുൻ മിർ റബ്ബി, ഇതെന്റെ റബ്ബിൽ നിന്നുള്ള റഹ്മത്താണെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. അധികാരം പടച്ചോനിൽ നിന്നുള്ള കാരുണ്യമായി കണ്ടു കഴിഞ്ഞാൽ, അധികാരം മാത്രമല്ല, അതാ ഞാൻ പറഞ്ഞത്, ദുൽഖർനൈനിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിത വഴികളിൽ ഉയർത്തിപ്പിടിച്ചതായിട്ട് കാണാൻ പറ്റും. വിജ്ഞാനം, അതുപോലെ തന്നെ സമ്പത്ത്, അധികാരം എല്ലാം തന്നെ കൈയാളുമ്പോഴും അദ്ദേഹം അതിനെ ചേർത്ത് വെക്കുന്നത് കാല ആദാ റഹ്മത്തുൻ മിർ റബ്ബി, ഇതെല്ലാം എന്റെ റബ്ബിന്റെ കാരുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ട് അള്ളാഹു അതിന്റെ ഒപ്പം കുറെ മറ്റു വിഷയങ്ങൾ നമ്മൾ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ അതോടൊപ്പം അള്ളാഹു പറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ضل സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. പിന്നെന്താണ് അതിന് ശേഷം? ഉലൈക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. അപ്പൊ ഇവിടെയും അള്ളാഹു യൗമുൽ ഖിയാമയെ ചേർത്ത് വെക്കുന്നുണ്ട്. അധികാരവും നീതിയിൽ അധിഷ്ഠിതമാകാൻ അന്ത്യനാളിനെ കുറിച്ചുള്ള നല്ല ബോധം ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളെയും ചേർത്ത് വെക്കണമെങ്കിലും പടച്ചോനെ കുറിച്ചുള്ള നല്ല അറിവും ജ്ഞാനവും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ചേർത്ത് വെക്കാൻ മനുഷ്യന് കഴിയില്ല. അപ്പോ നീതിബോധമുള്ള ഭരണാധികാരിയാവാൻ തനിക്ക് ലഭിക്കുന്ന ഏതൊന്നും പ്രപഞ്ചനാഥനിലേക്ക് ചേർത്ത് വെച്ച് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്ന ബോധത്തില് അതിനെ നോക്കിക്കണ്ടാൽ ആ വ്യക്തിയിലൂടെ ചുറ്റുമുള്ള മനുഷ്യര് സന്തോഷിക്കുകയും അവർക്കിടയിൽ നീതി നടപ്പാക്കാൻ അയാൾക്ക് കഴിയുകയും ചെയ്യുന്ന അള്ളാഹു പഠിപ്പിക്കാണ്. അവസാനത്തെ ആ വിഷയം പറഞ്ഞ് അതിനോടൊപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് അള്ളാഹു പഠിപ്പിക്കുമ്പോൾ അതിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ചിന്തകളും ഇത്തരത്തിലുള്ള ഇടപെടലെല്ലാം നിങ്ങളിൽ നിന്നും ഈ വിഷയം കൈയാളുന്ന എല്ലാവരിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഇതിലൂടെ അള്ളാഹു പറഞ്ഞു പോകുന്നത്. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അപ്പൊ പടച്ചോനോട് ഇതിനൊന്നും പങ്ക് ചേർക്കുന്ന ഒന്നാ ഷിർക്ക്. ഷിർക്ക് എന്ന് പറഞ്ഞാല് അത് പ്രതിമയെ വെച്ച് പൂജിക്കൽ മാത്രല്ല. വിജ്ഞാനം ഷിർക്കാകുന്ന ഇടങ്ങളുണ്ട്, അതാ നമ്മൾ പറഞ്ഞത്, അതിനെ തന്നെ പൂജിക്കുക. സമ്പത്ത് പിന്നെ ഷിർക്കാകുന്ന ഇടങ്ങളുണ്ട്. അധികാരം ഷിർക്കായിട്ട് മാറുന്ന സമയങ്ങളുണ്ട്. അപ്പോ ഷിർക്കിനെ കാണേണ്ട ഒരു കാഴ്ച കൂടി അള്ളാഹു ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? ഫമൻകാന യർജു ലിഖാ റബ്ബിഹി, ആരെങ്കിലും അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹ, സുഹൃതങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, പടച്ചവനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. അപ്പൊ സമ്പത്തിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് എന്നുള്ള തോന്നലുണ്ടാകാൻ പാടില്ല. വിദ്യ അതുകൊണ്ടാണ് എൻ്റെ മഹത്വം അല്ലെങ്കിൽ എൻ്റെ ഉയർച്ച, എൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം ഞാൻ നേടിയെടുത്ത വിദ്യയാണ് എന്നുള്ള ഒരു അഹങ്കാര ഭാവം അത് ഉണ്ടാകാൻ പാടില്ല. അതെല്ലാം പടച്ചോനോട് നന്ദി കേട് കാണിക്കുന്നതിൻ്റെ വർത്തമാനങ്ങളും ചിന്തകളുമാണ്. അത് ഒരു തരത്തിൽ പടച്ചോനോട് പങ്ക് ചേർക്കൽ തന്നെയാണ്. അതൊന്നും നിന്റെതല്ല, അള്ളാന്റെ ദാനമാണ് അതെല്ലാം തന്നെ എന്ന ബോധത്തിലായിരിക്കണം, റഹ്മത്താണ് എന്ന ബോധത്തിലായിരിക്കണം അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനാണ് അധികാരി, ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്തും നടക്കും എന്ന ബോധമുള്ള അധികാരികളുണ്ട്. അധികാരം എന്നുള്ളത് അത് പടച്ച തമ്പുരാനിൽ നിന്നുള്ള അമാനത്താണ്. അതിനെ ഭൂമിയിൽ അവന്റെ അടിമകൾക്കിടയിൽ നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന നല്ല ബോധമുള്ളവൻ അവൻ എപ്പോഴും അധികാരത്തെ പടച്ചോനിൽ നിന്നുള്ള റഹ്മത്തായിട്ട് അയാൾ കാണുകയും
അത് അള്ളാഹുവിൽ നിന്നുള്ള അമാനത്തായിട്ട് അതിനെ ഉൾക്കൊള്ളുകയും ആ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അന്ത്യനാളിനെ കുറിച്ചുള്ള അതിശക്തമായ ബോധം നിലനിൽക്കേണ്ടതുണ്ട്. എല്ലാം ചോദ്യം ചെയ്യപ്പെടും. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ ഭരണകർത്തവ്യങ്ങളെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരുടെയും ഭരണ കർത്തവ്യങ്ങളെ കുറിച്ച് എണ്ണിപ്പറയുകയും ആ ഹദീസില് അതെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. ഒരു ഭാര്യ ആ വീട്ടിലെ ഭരണാധികാരിയാണെന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അവരുടെ ഭരണകർത്തവ്യങ്ങളെ കുറിച്ച് അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയും അവൻ ഇരിക്കുന്ന ഇടങ്ങളിൽ, അവൻ വാഴുന്ന ഇടങ്ങളിൽ അവൻ അധികാരിയാണെന്നും അവന്റെ അധികാരങ്ങൾ നാളെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനാല് നമ്മുടെ ജീവിതത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകവുമായിട്ട് എപ്പോഴും ബന്ധിപ്പിക്കണം. എങ്കിൽ മാത്രമേ അത്തരം ഇടങ്ങളിൽ, നിങ്ങളുടെ അധികാര ഇടങ്ങളിൽ, നിങ്ങൾ വാഴുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് സുഹൃതമുള്ളവരായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെയെല്ലാം തന്നെ നന്മയിൽ അധിഷ്ഠിതമാക്കി തീർക്കാൻ കഴിയുകയുള്ളൂ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇന്ന് അന്ത്യനാളിലും തന്നെ അതെല്ലാം ഒരു ബാലിശമായ വർത്തമാനങ്ങളായി, ഒരിക്കലും സംഭവിക്കാത്ത ഒന്നായി മനസ്സിലാക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മളെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, സമൂഹങ്ങൾക്കെല്ലാം തന്നെ അന്ത്യനാള് അത് പുലരാൻ പോകുന്ന സത്യമാണ് എന്ന് നന്നായി പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ ലജ്ജയെ പിടിച്ചു നിർത്താൻ, അവരുടെ വിശ്വാസത്തെ പിടിച്ചു നിർത്താൻ, അവർക്ക് പടച്ച തമ്പുരാനിലേക്ക് മടങ്ങുന്ന ലോകത്തെക്കുറിച്ച്, ദിവസത്തെക്കുറിച്ച് നമ്മൾ നന്നായി പഠിപ്പിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതിനെല്ലാം തന്നെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. വേറെ ഒന്നും കൊണ്ടൊന്നും സംരക്ഷിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർ ഏറ്റവും കൂടുതൽ അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞു പോകുന്നത്. ഖുർആൻ ഒന്ന് എടുത്തു നോക്കിയാട്ടങ്ങള്, അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാതെ പ്രവാചകന്മാര് പിന്നെ തൗഹീദിന്റെ മഹത്വം പോലും പറയുന്നില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ പ്രഭാഷണം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഈ മലയുടെ പിറകിൽ നിന്നും ഒരു സൈന്യങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാ ചോദിക്കുന്നത്. അതെ, വിശ്വസിക്കും. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു മഹാലോകത്തെ കുറിച്ച്. തുടങ്ങുന്നത് അങ്ങനെ. വത്തഖൂ യൗമൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പറഞ്ഞ് ഉടനെ തന്നെ യൗമുൽ ഖിയാമയെ ചേർത്ത് വെക്കുന്നത് കാണാൻ പറ്റും. പ്രവാചകന്മാര് നമ്മൾ ഈ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകന്മാര് അവര് തൗഹീദിനെ പോലും അവതരിപ്പിക്കുമ്പോൾ യൗമുൽ ഖിയാമയെ ചേർത്ത് വെച്ച് അതിനെക്കുറിച്ച് ധാരാളം സംസാരിച്ച് പോകുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമുക്ക് തന്നെയും അതിനെക്കുറിച്ചുള്ള നല്ല ബോധവും ദൃഢമായ ഈമാനും അതിനെക്കുറിച്ച് ഉണ്ടാവണം. അത് വെറുതെ പറയുന്ന ഒരു വർത്താനല്ല, പുലരാൻ പോകുന്ന സത്യമാണ്. മനുഷ്യരെ, നിങ്ങൾക്ക് സംശയമുണ്ടോ ആ നാളിൽ എന്ന് സൂറത്ത് ഹജ്ജ് തുടങ്ങിക്കൊണ്ട് ഹജ്ജിന്റെ ആദ്യ ഭാഗങ്ങളിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ അള്ളാഹു അവിടെ വിശദീകരിക്കുകയും ഇനി എങ്ങനെയാണ് നിങ്ങളെ യൗമുൽ ഖിയാമയിലേക്ക് നയിക്കുക എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ സൂറത്ത് ഹജ്ജിന്റെ തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് എന്തുണ്ടായിരിക്കണം? ഈ സൂറത്തിൽ ഇനി പറഞ്ഞു പോകുന്ന മറ്റൊരു വിഷയം, നിങ്ങൾ നന്മയിലേക്ക് നിങ്ങൾ ശീഘ്രമായിട്ട് നടന്നെടുക്കണം എന്നാണ് സൂറത്ത് കഹ്ഫിലെ മറ്റൊരു ചിന്താ വിഷയം. അതുകൊണ്ട് ഫഉവു ഇലൽ കഹ്ഫി, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വളരെ ശീഘ്രമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ്. അവിടെ വേഗം കൂടിയാലോചനകൾ നടത്തിയിട്ട് ആ പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ശീഘ്രമായ നിലപാടുകളും നടപടികളും സ്വീകരിക്കണം. ഇമാം ഷഅറാബി പറയുന്നുണ്ട്, ഫഊ എന്ന അംറിന്റെ കൽപ്പനയിൽ അള്ളാഹു ആ ചിന്തകൾ ചേർത്ത് വെക്കുന്നുണ്ട് എന്നാണ്. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു അഴകുഴപ്പൻ സമീപനം സ്വീകരിക്കല്ല വേണ്ടത്. നല്ല നിലപാടുകൾ സ്വീകരിക്കണം. അതിനൊരു സമൂഹത്തിന്റെ ശൂറ വേണം, ഒരുമ വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
എന്നിട്ട് അവർ തന്നെ അവരുടെ പരിസരങ്ങളിൽ, അവരുടെ ഇടങ്ങളിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള നല്ല അവസ്ഥാവിശേഷം അവർ സ്വയം ഉണ്ടാക്കണം. അപ്പൊ ഫഹൂലിൽ കഹ്ഫി, വെറുതെ നിങ്ങൾ നിൽക്കല്ല വേണ്ടത്. നിങ്ങൾ ഗുഹാമുഖത്ത് അഭയം തേടൂ എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? നിങ്ങൾ ചലനാത്മകമായിരിക്കണം. നിങ്ങൾ വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നവരാകരുത്. നിങ്ങൾ നിങ്ങളുടെ വർത്തമാനങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിത വഴിയിൽ ചടുലമായ നീക്കങ്ങൾ നടത്തുന്നവരായിരിക്കണം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഇമാം ഷഅറാബി വ്യാഖ്യാനിക്കുന്നുണ്ട്. കുറച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബ എന്ന് പറയുന്നുണ്ട്. അപ്പോ നിൽക്കാത്ത, വിശ്രമമില്ലാത്ത യാത്ര, ഒരു നന്മക്ക് വേണ്ടിയുള്ള വിശ്രമമില്ലാത്ത യാത്ര, അതാ ഞാൻ പറഞ്ഞത് ചടുലമായ നീക്കങ്ങൾ നടത്തണം. മൂസാ നബിയുടെ വിഷയം പറയുമ്പോഴും അള്ളാഹു അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ചടുലത എന്ന് പറയുന്ന ഒന്ന് ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്. വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കല്ല. എന്നാ ഒരാളവിടെ ഉണ്ടോ, എന്നാ നമുക്ക് പോവട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കല്ല. അള്ളാന്റെ കൽപ്പന കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വളരെ ചടുലമായ നീക്കങ്ങൾ നടത്തുകയാണ്. ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബാ. അപ്പോ ക്ഷീണവും ദാഹവും സഹിച്ചുകൊണ്ട് നന്മയിലേക്കുള്ള വേഗതയുള്ള മുന്നേറ്റം നടത്തണം. ഇനി കുറച്ചും കണ്ട് വന്നാല് മൂസാ നബിയും പിന്നെ അദ്ദേഹത്തിന്റെ ഗുരുവുമായി ബന്ധപ്പെട്ട് വീണ്ടും അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് അല്ലെ. ഫൻതൊലക്ക അവര് ഒരിടത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫൻതൊലക്ക ഹത്ത ഇദാ റക്കിബാ ഫിസ് സഫീനത്തി ഖറഖഹ. പിന്നെ വീണ്ടും പറയാണ് ഫൻതലഖ ഹത്താ ഇദാ ലഖിയാ ഗുലാമൻ. വീണ്ടും പറയാണ് ഫൻതലഖ ഹത്താ ഇദാ അതയ അഹ്ല ഖറിയത്തിൻ. അപ്പോ ഒരു വിജ്ഞാനം തേടിക്കൊണ്ട് ഒരു ഗുരു നടക്കുമ്പോൾ അവര് ഒരിടത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് നിരന്തരമുള്ള യാത്രയാണ്. ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയല്ല. അപ്പൊ വ്യത്യസ്ത പരിസരങ്ങളെ പഠിക്കാനും വ്യത്യസ്ത വിഷയങ്ങളെ കുറിച്ചുള്ള അറിവുകൾ സ്വീകരിക്കുവാനും നേടുവാനും യാത്ര അനിവാര്യമാണ്. അല്ലെങ്കിൽ ചടുലമായ നീക്കങ്ങൾ ആവശ്യമാണ്, പരിസര ബോധം ആവശ്യമാണ്. ഓരോ ഇടങ്ങളെക്കുറിച്ചുമുള്ള വ്യത്യസ്ത അറിവുകൾ നേടേണ്ടത് അനിവാര്യമാണെന്നും അതിലേക്കുള്ള യാത്ര നിങ്ങൾ ശീഘ്രമായി തുടരേണ്ടതുണ്ടെന്നും അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒന്നിന് പിറകെ ഒന്നായുള്ള ചടുലമായ നീക്കങ്ങൾ നടത്തണം. അതാണ്. ഇനി ഖിദ്ർ നബിയിലേക്ക് വരുമ്പോൾ അവിടെയും ആ ചടുലതയെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ ശീഘ്രമായ നടപടികളെ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. സുമ്മ അത്ബഅ സബബ. അദ്ദേഹം വീണ്ടും അള്ളാഹു അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച എല്ലാ വഴികളെയും അദ്ദേഹം സ്വീകരിച്ചു. വെറുതെ ഇരിക്കല്ല, വെറുതെ വർത്തമാനങ്ങൾ പറയുകയല്ല. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി, ഉത്ഥാനത്തിന് വേണ്ടി ശീഘ്രമായ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സുമ്മ അത്ബഅ സബബ, അത് 3 തവണയാണ് അള്ളാഹു പറയുന്നത്. സുമ്മ അത്ബഅ സബബ. എന്നിട്ട് പറയാണ് ഹത്താ ഇദാ ബലഗ മത്ലിഅ ശംസി. സുമ്മ അത്ബഅ സബബ ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈനി. അപ്പൊ ഒന്നിന് പിറകെ ഒന്നായി ഒരിടത്തിൽ നിന്നും മറ്റൊരിടത്തേക്കുള്ള നിരന്തരമുള്ള യാത്രകള്. അപ്പൊ നിങ്ങൾക്ക് വിജയം സാധ്യമാക്കണമെങ്കിൽ നിങ്ങൾ ചടുലമായ നീക്കങ്ങൾ നടത്തണം എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. തന്നെയല്ല, ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ശാക്തീകരിക്കുകയും വേണം. ഫഅഇനൂനി ബിഖുവത്തിൻ. നിങ്ങളുടെ കഴിവ് കൊണ്ട്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് നമ്മളെ നിങ്ങൾ പിന്തുണക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ എന്താക്കണം? അവർക്ക് ഒരു മനോശക്തി നൽകണം. വരൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് നമുക്ക് ഈ പ്രയത്നത്തിൽ പങ്കാളികളാകാം. അപ്പൊ എല്ലാവരെയും എന്താക്കണം? പിന്നെ ജാഗ്രതയുള്ള സമൂഹമാക്കി മാറ്റണം. ചുറ്റുമുള്ള ആളുകളെ പ്രേരിപ്പിക്കുക കൂടി വേണം എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. നായകൻ മാത്രം ചലിച്ചാൽ പോരാ, നായകന്റെ കൂടെയുള്ളവർ, ആ നായകന്റെ കൂടെ ചലിക്കാൻ അവരെ
അവരെ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥാവിശേഷം കൂടി ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് ചുരുക്കി പറയാം. ഏതായാലും അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾക്ക് സംരക്ഷണമേകുന്ന അവസാനത്തെ ഒരു വർത്തമാനം അള്ളാഹു പറയുന്നുണ്ട്. ഇമാം ഷഅറാവി ഇതിനിങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചു പോയിട്ട് പറയുന്നുണ്ട്, ഇനി നിങ്ങളെ അൽ അൽ ഖുർആനു അതാണ് എല്ലാ ഫിത്നയിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒന്ന് ഖുർആനാണ്. അതുകൊണ്ടാണ് ഈ സൂറത്ത് കഹ്ഫ് തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. അപ്പൊ ഈ വേദം ഇറക്കിയതിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി പറയൂ. കാരണം ഇത് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് ജീവവായു നൽകുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ സുഹൃത്തുക്കളും അനുഷ്ഠിക്കാനുള്ള എല്ലാ നന്മയുടെ വഴികളും ഇത് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട്. നിങ്ങളുടെ നാഥനെ ഏറ്റവും ചിന്താപൂർവം മനസ്സിലാക്കുവാനുള്ള എല്ലാ പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളിലേക്കും ഇത് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളെ വ്യക്തി ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനുള്ള എല്ലാ വഴികളും നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങളെ കുടുംബങ്ങളെ ഏറ്റവും നല്ല കുടുംബമാക്കി മാറ്റുവാൻ, നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തെ ദൃഢതയുള്ള വിശ്വാസമാക്കി മാറ്റുവാൻ, നിങ്ങളുടെ കയ്യിലേൽപ്പിച്ച സമ്പത്തിനെ അള്ളാഹുവിന്റെ ദാനമായി മനസ്സിലാക്കുവാൻ, നിങ്ങളുടെ വിജ്ഞാനത്തെ താഴ്മയുള്ളതാക്കി മാറ്റുവാൻ, നിങ്ങൾക്ക് ലഭിച്ച അധികാരങ്ങളെ മനുഷ്യ കുടുംബത്തിലെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ, ഏതെല്ലാം തരത്തിലുള്ള നന്മ നിറഞ്ഞ ചിന്തകൾ ആവശ്യമാണോ ആ ചിന്തകളെല്ലാം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ഈ വേദം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, ഈ വേദം നിങ്ങളെ പഠിപ്പിക്കുന്നു. അതിനാൽ ഈ വേദം നിങ്ങൾക്ക് നൽകി എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ നാഥനെ സ്തുതിച്ചുകൊള്ളൂ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. കാരണം നിങ്ങളുടെ നാഥന്റെ നാമങ്ങളെ, അവന്റെ വർത്തമാനങ്ങളെ, അവന്റെ വചനങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഉല്ലൗകാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി വലൗ ജിഇനാ ബിമിസ്ലിഹി മദദാ. അള്ളാഹുവിന്റെ മഹത്വത്തെ അവസാനം പറഞ്ഞു തന്നുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുകയും ചെയ്യാണ്. അപ്പോ വിശുദ്ധ ഖുർആനിലേക്ക് നന്നായിട്ട് മടങ്ങുക, അതിനെ നന്നായിട്ട് പഠിക്കുക, അതിനെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക, അതിൻ്റെ ഉള്ളിലുള്ള ജീവസുറ്റ ആശയങ്ങളെ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നമ്മൾ എന്താക്കുക, ഉയർത്തിപ്പിടിക്കുക, അതിനെ പ്രയോഗവൽക്കരിക്കുക. ഇതെല്ലാം ഈ സൂറത്ത് കഹ്ഫ് ചെയ്യുന്നുണ്ട്. അവസാനം ഇമാം ഷഅറാവി പറഞ്ഞു വെക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ സംഭവങ്ങളെല്ലാം തന്നെ അദ്ദഅവതു ഇലല്ലാഹി വൽ ഇസ്മത്തു മിനൽ ഫിത്നി, അള്ളാഹുവിലേക്ക് നമ്മൾ ആളുകൾ എങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കണം. അത് ഇത്തരത്തിലുള്ള എല്ലാ ഫിത്നയിൽ നിന്നുകൂടി നമുക്ക് സംരക്ഷണം നൽകും. 4 കാര്യങ്ങളാണ് അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത്. ഒന്ന്, ഒരു യുവത അധികാരികളെപ്പോലും നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒന്ന് അള്ളാഹു തുടക്കത്തിൽ പറയുന്നു. അപ്പൊ അവിടെ ദഅവത്ത് നടക്കുന്നുണ്ട്. പിന്നെ റജുലുൻ യദ്ഉ സ്വാഹിബഹു, ഒരു ദുർബലനായ മനുഷ്യൻ തന്റെ ധിക്കാരിയായ കൂട്ടുകാരനെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നുണ്ട് അവിടെ. പിന്നെ മൂന്നാമത്തത് മുഅല്ലിമുൻ യദ്ഉ തിൽമീദഹു, അല്ലെ, ഒരു മുഅല്ലിമ് തന്റെ ശിഷ്യനെ ക്ഷണിക്കുന്നുണ്ട്. ഒരു പ്രവാചകനെ ആ ഗുരു ക്ഷണിക്കുകയാണ്. അപ്പോ പിന്നെ എന്താ, ഖായിദുൻ യദ്ഉ റഇയ്യതഹു, ഒരു നായകൻ തന്റെ പ്രജകളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ ദുൽഖർനൈൻ എന്ന് പറയുന്ന നായകൻ തന്റെ പ്രജകളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, പടച്ചോനെ കീഴ്പ്പെടാൻ അവരെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ ആകത്തുക നിങ്ങള് പിന്നെ ഏത് ഇടങ്ങളിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങളുടെ ചുറ്റുപാടുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യനെ അവന്റെ നാഥനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കണം. അവന്റെ ജീവിത വിഷയങ്ങളെ അവനെ മനസ്സിലാകുന്ന രൂപത്തിൽ അവനെ ആ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന അവസ്ഥാവിശേഷം നിങ്ങളിൽ ഉണ്ടാവണം. ഇത് ഈ സൂറത്തിലെ ഒരു ഭാഗമാണ്. അതിനാല് നമ്മളിതെല്ലാം മനസ്സിലാക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മൾ കേട്ടതും പറഞ്ഞതെല്ലാം തന്നെ അള്ളാഹു സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം വെളിച്ചമാക്കി മാറ്റുകയും ആഖിറത്തിൽ അതെല്ലാം അമൽ സ്വാലിഹാത്താക്കി അള്ളാഹു
മാറ്റുകയും ചെയ്യട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.